കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ട 2 പരിപാടികളാണ് അമേസിംഗ് മ്യൂസിയം ഒരുമായി. ഇതിൽ രണ്ടിൻ്റെയും ഭാഗമാകാൻ സാധിച്ചു എന്നുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യം. ഈ എം.ഐ.ടി മൂസം എന്നുള്ള പ്രോഗ്രാം ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്തിട്ട് 8 വർഷമായി. പക്ഷെ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ഞാനും സുരഭിയും മാഞ്ഞിട്ടില്ല. ഇപ്പോൾ സുരഭി ചേച്ചിയുടെ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ, അതൊരു സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഒരു സജീവമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഈ ഒരു ഗ്രോത്ത് എങ്ങനെയാണ് കാണുന്നത് ശരിക്കും? അല്ല, എനിക്ക് അഭിമാനമാണ്. കാരണം സുരഭി നല്ല കാലിബറുള്ള ഒരു നടിയാണ്. പിന്നെ സുരഭിയുടെ ഓരോ വളർച്ച, ഇപ്പോൾ എം.ഐ.ടി മൂസാനുള്ള കഥാപാത്രം സുരഭിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ മിന്നാമിനിങ്ങിലെ അമ്മയും തമ്മിൽ ആനയും അണ്ണാങ്കട്ടൻ്റെ വ്യത്യാസമുണ്ട്. അതാണ് ഒരു നടി എന്ന് പറയുന്നത്. അത്ര എക്സ്ട്രാ ഈ എന്താണ് മൂസക്കയ്യ നിങ്ങൾ കാണിക്കണേ എന്ന് പറയുന്ന ആള് മോളെ മോളെ എന്ന് പറയുമ്പോഴുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അവൾക്ക് ഇനിയും ഒരുപാട് അംഗീകാരം, അവൾക്ക് അവളുടെ ജാതക പ്രകാരം ഒരു ദേശീയ അവാർഡ് കൂടി കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയണം. വീട് വിട്ട് ആദ്യമായിട്ട് ഒരു മാസമൊക്കെ വീട്ടിൽ നിന്ന് അവള് ഹോം സിക്നെസ്സുള്ള ഒരു കൂട്ടത്തിലാണ്. അവിടെ എത്തി കരയാനൊക്കെ തുടങ്ങി വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞു. നേഴ്സറി കൂട്ടത്തൊക്കെ ഉണ്ടായവര് അവസാനം എൻ്റെ റൂമിൽ വന്ന് കിടക്കും. എനിക്ക് ഒറ്റയ്ക്ക് അവിടെ കിടക്കാൻ പറ്റൂല, എനിക്ക് എൻ്റെ അമ്മേൻ്റെ കൂടെ കിടക്കണം എന്നൊക്കെ അങ്ങനെയൊക്കെ വാശി പിടിക്കുന്ന ഒരു വളരെ നിഷ്കളങ്കയായ ഒരു ആളാണ്. 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലേക്ക് എത്തിയ സമയത്ത് എനിക്ക് ഏറ്റവും പ്രയാസമുള്ള വിഷയം മാത്സ് ആയിരുന്നു. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ മാത്സ് 9ാം ക്ലാസ് 10ാം ക്ലാസ്സിലേക്ക് പാസ്സായി കഴിഞ്ഞപ്പം എന്താ ചെയ്യുന്നത്, ഈ മാത്സിൻ്റെ നോട്ട് ബുക്ക് ഉണ്ടല്ലോ, ഈ മാത്സിൻ്റെ എഴുതി വെച്ച മാത്സ് ഒന്നും കാണാൻ പാടില്ല. അതിലൊക്കെ മമ്മൂട്ടിയുടെ ചിത്രം എടുത്ത് ഒട്ടിച്ച് വെക്കലായിരുന്നു എൻ്റെ പണി. മമ്മൂട്ടിയുടെ ചിത്രം ഈ പത്രത്തിൽ നിന്നും മാസികയിൽ നിന്നൊക്കെ ബ്ലേഡ് കൊണ്ട് വെട്ടിയെടുത്തിട്ട് അത് ഈ ചോറില്ലേ വറ്റെടുത്തിട്ട് ഇങ്ങനെ തേച്ചിട്ട് അതെടുത്ത് ഒട്ടിക്കും. എന്നിട്ട് ഇത് ആൽബമാണ്, മാത്സിന്റെ ബുക്ക് ഒരു ആൽബമായിട്ട്. ഇപ്പോഴത്തെ നടൻ സുധീഷില്ലേ, സുധീഷിന്റെ അച്ഛനൊക്കെയാണ് അന്ന് എൻ്റെ കൂടെ എൻ്റെ മുത്തച്ഛനായിട്ടൊക്കെ അഭിനയിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അഭിനയിച്ചാൽ നീ മിടുക്കനടാ, നീ വലിയ നടനാവും എന്നൊക്കെ നമ്മളപ്പോഴേ ഇങ്ങനെ നീ വലിയ നടനാവണം കേട്ടോ, എനിക്ക് നല്ല കഴിവുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു ചിന്ത, ഇവരൊക്കെ അഭിനയിക്കുമ്പോൾ ഇവരെ പോലെയൊക്കെ ആവണം ഭാവി. അങ്ങനെയാണ് അഭിനയത്തോട് ഭയങ്കര ക്രേസ് വന്നത്. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏത് ഭാഷ അനായാസം പറയാൻ പറ്റണം? ഏത് ഭാഷ പറഞ്ഞാൽ മതി. പാലക്കാട് വേണമെങ്കിൽ പാലക്കാട് പോവാ. കോഴിക്കോട്ടുകാരനായി ഞാൻ എങ്ങനെയാണ് തൃശ്ശൂർ ഭാഷ സംസാരിക്കുക നമ്മൾ ചിന്തിക്കും. പക്ഷെ ഞാൻ തൃശ്ശൂർ ഭാഷ പറഞ്ഞ സിനിമയുണ്ട്, പുണ്യാള നഗരപ്രത്യക്ഷ സിനിമയിൽ എന്തൊക്കെ കാണിക്കണം നിങ്ങൾ. ഇവിടെ ഇരുന്ന് അടിപിടി ഉണ്ടാക്കരുത് കേട്ടോ, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാ, ഇതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമില്ല, അത്ര എനിക്ക് പറയാനുള്ളൂ. അതെ, അവൻ്റെ കുട്ടിപ്പൊക്കെ ശരിക്കും ഞാനൊരു മിമിക്രിക്കാരനാണ്. ഒരു മിമിക്രിക്കാരെന്ന് പറയുമ്പോൾ ഭയങ്കര ഒബ്സർവേഷൻ സ്കില്ലാണ് അയാൾ. ഈ ഒബ്സർവേഷനിലൂടെയാണ് നമ്മൾ പല ആളുകളെ ഇമിറ്റേറ്റ് ചെയ്യുന്നതും നമ്മൾ പല സൗണ്ടുകൾ അനുകരിക്കുന്നതൊക്കെ ആ ഒരു ഒബ്സർവേഷൻ സ്കില്ലാണ്. ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്ന് ക്ലാസ് എടുത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ അധ്യാപകനെ അപ്പം തന്നെ അനുകരിച്ച് കുട്ടികളെ കാണിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ചിരി, എല്ലാവരും കൈയടിക്കും. അന്ന് അടി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജിലൊരു അധ്യാപകനെ ഞാൻ അനുകരിച്ചതിൻ്റെ പേരിൽ എന്നെ ക്ലാസ് കയറ്റാതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് സ്വപ്നം കണ്ടിട്ട് പോലുമില്ല ഈ അമേരിക്കയും ഓസ്ട്രേലിയയും ലണ്ടനിലൊക്കെ ഞാൻ സഞ്ചരിക്കുന്നു. ഫ്രീ കോസ്റ്റിലാണ് നമ്മൾ പോണത്. ഏറ്റവും നല്ല ഫ്ലൈറ്റിൽ നമ്മളെ കൊണ്ടുപോകണം, ഏറ്റവും നല്ല ഹോട്ടലിൽ നമ്മൾ താമസിപ്പിക്കണം, ഏറ്റവും വിലപിടിപ്പുള്ള ഭക്ഷണങ്ങൾ നമുക്ക് വാങ്ങിച്ചു തരുന്നു. തിരിച്ചു വരുമ്പോൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അത്രയും ഗിഫ്റ്റുകൾ നമുക്ക് തരുന്നു. ഇവിടെ എത്തുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു എമൗണ്ട് എത്തും. ആർക്ക് കിട്ടും? അപ്പം നമ്മൾ നിരന്തരമായിട്ട്, അബ്ദുൽ കലാം പറഞ്ഞതുപോലെ, നിരന്തരമായിട്ട് നമ്മൾ ഒരേ കാര്യം സ്വപ്നം കണ്ട ദാറ്റ് വിൽ ഹാപ്പൻ. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ നമ്മൾ കോഴിക്കോട് ഭാഷ പറയണു, അത് അസാധ്യം തൃശ്ശൂർ ഭാഷ സംസാരിക്കും. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏത് ഭാഷ അനായാസം പറയാൻ പറ്റണം? ഏത് ഭാഷ പറഞ്ഞാൽ മതി. പാലക്കാട് വേണമെങ്കിൽ പാലക്കാട് പോവാ. രസമായിട്ട് ഇപ്പൊ നമ്മൾ ആക്ടിങ് പഠിക്കണ പോലെ തന്നെ ഈ നമ്മൾ ഭാഷകൾ നമ്മൾ കേരളത്തിൽ തന്നെ ഓരോ സ്ഥലങ്ങളും ഓരോ രീതിയിലാണല്ലോ മലയാളം തന്നെ പറയണേ. ഇതെങ്ങനെയാ പഠിച്ചെടുക്കുന്നത്? ശരിക്കും ഞാനൊരു മിമിക്രിക്കാരനാണ്. ഒരു മിമിക്രിക്കാരെന്ന് പറയുമ്പോൾ ഭയങ്കര ഒബ്സർവേഷൻ സ്കില്ലാണ് അയാൾക്ക്. ഈ ഒബ്സർവേഷനിലൂടെയാണ് നമ്മൾ പല ആളുകളെ ഇമിറ്റേറ്റ് ചെയ്യുന്നതും നമ്മൾ പല സൗണ്ടുകൾ അനുകരിക്കുന്നതൊക്കെ ആ ഒരു ഒബ്സർവേഷൻ സ്കില്ലാണ്. അപ്പോൾ ഈ ഒബ്സർവേഷൻ സ്കില്ല് നമ്മൾ എല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ മറ്റൊരു നാട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഭാഷ പഠിക്കാൻ നമ്മൾ ആദ്യം ശ്രമിക്കുക. അവരുടെ വേ ഓഫ് ടോക്കിംഗ്, അവരുടെ ചില ചലനങ്ങൾ, അവരുടെ മാനറിസങ്ങൾ, ഇതൊക്കെ പഠിക്കാൻ ഒരുപാട്. ഞാനൊക്കെ എനിക്ക് കുട്ടിക്കാലത്ത് തന്നെ കാരണം ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്ന് ക്ലാസ് എടുത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ അധ്യാപകനെ അപ്പം തന്നെ അനുകരിച്ച് കുട്ടികളെ കാണിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ചിരി, എല്ലാവരും കൈയടിക്കും. അന്ന് അടി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജിലൊരു അധ്യാപകനെ ഞാൻ അനുകരിച്ചതിൻ്റെ പേരിൽ എന്നെ ക്ലാസ് കയറ്റാതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അധ്യാപകൻ പറഞ്ഞു നീ ക്ലാസ്സിൽ ഇരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അയാൾക്ക് അത് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റിയില്ല, അതാണ് സംഭവം. പക്ഷെ ഞാനടക്കമുള്ള ഒരുപാട് മിമിക്രിക്കാർ ചെയ്യുന്നത് ഒബ്സർവേഷൻ സ്കിൽ. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. ഒരു കോഴിക്കോട്ടുകാരനായി ഞാൻ എങ്ങനെയാണ് തൃശ്ശൂർ ഭാഷ സംസാരിക്കുക നമ്മൾ ചിന്തിക്കും.
പക്ഷെ ഞാൻ തൃശ്ശൂർ ഭാഷ പറഞ്ഞ സിനിമയുണ്ട്. പുണ്യാള നഗരപ്രത്യക്ഷ സിനിമയിൽ എന്തുട്ടും കാണിക്കണം നിങ്ങള്. ഇതവിടെ ഇരുന്ന് അടിപിടി ഉണ്ടാക്കരുത് കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാ, ഇതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. അതെ, അവൻ്റെ കുട്ടി പൊക്കേ നീ ആ സാധനം പറയുമ്പോൾ അതായി. പിന്നെ കുഞ്ചാക്കോ ബോബൻ്റെ കൂടെ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചത് തിരുവല്ലയാണ്. അപ്പോൾ തിരുവല്ലയിലെ ഭാഷ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ക്രിസ്ത്യൻസ് പറയുന്ന ഒരു പ്രത്യേക ടോണുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് കിടി അതൊന്നും നടക്കില്ല, അവനെ ഇറക്കി വിട്ടിട്ടോ, അത് വേണ്ട. ആ അതെ, ഏയ് ഇല്ലെന്നേ ആ പറയണ ടോണ്. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് പലതും പിടിക്കാൻ പറ്റും. ഇപ്പോൾ മറുമായത്തിൽ ചെന്നതിന് ശേഷമാണ്, മറുമായ എന്ന് പറഞ്ഞ ഭാഷകളുടെ ഒരു സംഗമമാണ്. സത്യം സത്യം. കാരണം ഒരാൾ കോഴിക്കോട് പറയണു, ഒരാൾ പാലക്കാട് പറയണു, ഒരാൾ തൃശ്ശൂർ പറയണു, ഒരാൾ ട്രിവാൻഡ്രം പറയണു, ഒരാൾ കാസർഗോഡ് പറയണു, ഒരാൾ വള്ളുവനാടൻ ഭാഷ പറയണു. ഇതിൻ്റെ എല്ലാം കൂടി ഒരു മിശ്രിതമാണ് മറുമായം. അപ്പം മറുമായത്തിലെത്തുമ്പോഴാണ് നമുക്ക് എല്ലാ ഭാഷകളും സംസാരിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായത്. ഞാൻ ചേട്ടനോട് ഇന്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് സംസാരിച്ച സമയത്ത് ചേട്ടൻ പറഞ്ഞു, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ് മുറിയിൽ ആ ടീച്ചർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആരൊക്കെയാണ് വലുതാവുമ്പോൾ ആവേണ്ടത്? ഡോക്ടർ, എഞ്ചിനീയർ. ഒരു 8ാം ക്ലാസ്സുകാരൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു ആഗ്രഹം വെച്ചിട്ട് പറയുന്നത് ചിലപ്പം കേട്ട് പരിചയമില്ല, അല്ലെങ്കിൽ ലോറി ഡ്രൈവർ എന്ന് പറയും, അല്ലെങ്കിൽ സർ ആവണം, അല്ലെങ്കിൽ ഡോക്ടർ ആവണം, എഞ്ചിനീയർ എന്നൊക്കെ പറയും. അതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ എനിക്ക് സിനിമാ നടനാവണമെന്ന് പറയണം. ഇത്ര ചെറുപ്പത്തിൽ തന്നെ ആള് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുകയാണ്. ഒരു സിനിമാ നടനാവണമെന്ന് ആഗ്രഹം കൊച്ചുനാളിന് മുതൽ തോന്നി തുടങ്ങിയത് എങ്ങനെയായിരുന്നു? അത് കാരണം എന്താ വെച്ചാൽ, എനിക്ക് കഴിവുണ്ടെന്ന് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സും, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പം പ്രഗത്ഭരായ നാടകക്കാരുടെ കൂടെ നാടകം അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട്. അന്നത്തെ ഫേമസ് നാടകമായ പാട്ടബാക്കി, പാഠം 2 ഭാരതം, ചന്ദ്രോത്സവം, ശകുനി, കരിനിഴൽ, ഇങ്ങനെ കുറേ നാടകങ്ങളിൽ ബാലതാരമായിട്ട് അഭിനയിച്ചു. അതിൽ ചന്ദ്രോത്സവം എന്ന് പറഞ്ഞ നാടകത്തിന് എനിക്ക് മികച്ച ബാലനടനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് കേരളത്തിലെ. ഇതൊക്കെ എൻ്റെ 4ഉം 5ഉം വയസ്സുകളിലാണ് നടക്കുന്നത്, 6 വയസ്സുകളിലൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അന്ന് ഈ ഞാൻ അഭിനയിക്കുമ്പോൾ എൻ്റെ കൂടെ അഭിനയിക്കുന്ന വലിയ ആളുകൾ, ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നടൻ സുധീഷില്ലേ, സുധീഷിൻ്റെ അച്ഛനൊക്കെയാണ് അന്ന് എൻ്റെ കൂടെ എൻ്റെ മുത്തച്ഛനായിട്ടൊക്കെ അഭിനയിക്കണം. അപ്പോൾ അദ്ദേഹം അഭിനയിച്ചു, നീ മിടുക്കനടാ, നീ വലിയ നടനാവും എന്നൊക്കെ നമ്മളപ്പോഴേ ഇങ്ങനെ, നീ വലിയ നടനാവണം കേട്ടോ, എനിക്ക് നല്ല കഴിവുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു ചിന്ത, ഇവരൊക്കെ അഭിനയിക്കുമ്പോൾ ഇവരെ പോലെയൊക്കെ ആവണം ഭാവിയിൽ. അങ്ങനെയാണ് അഭിനയത്തോട് ഭയങ്കര ക്രേസ് വന്നത്. അപ്പോൾ അതുകൊണ്ട് 8ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ എനിക്ക് അങ്ങനെ പറയണം തോന്നി. പറഞ്ഞപ്പം കുട്ടികളൊക്കെ എന്നെ പരിഹസിച്ചെങ്കിലും അപ്പോൾ എനിക്കത് പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നിപ്പോയി. കാരണം ഡോക്ടർ, എഞ്ചിനീയർ എന്ന് പറയുന്ന പോലെ അല്ല നടൻ എന്ന് പറയുമ്പം എന്ന് തോന്നിപ്പോയി. പക്ഷെ ഞാനതായി, വർഷങ്ങൾക്ക് ശേഷം ഞാൻ അതായി എന്നുള്ളതാണ് സത്യം. എൻ്റെ കൂടെ അന്ന് ഈ പിന്നെ ഡോക്ടറാവും എഞ്ചിനീയറാവും എന്ന് പറഞ്ഞ പലരും അതൊന്നും ആയിട്ടില്ല. അപ്പം ഞാൻ വാക്ക് പാലിച്ചു എന്നുള്ളതാണ് സത്യം. അന്ന് നമ്മുടെ ഉള്ളിലുണ്ട്. കാരണം ഞാനൊക്കെ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലേക്ക് എത്തിയ സമയത്ത് എനിക്ക് ഏറ്റവും പ്രയാസമുള്ള വിഷയം മാത്സ് ആയിരുന്നു. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ മാത്സ് 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സിലേക്ക് പാസ്സായി കഴിഞ്ഞപ്പം എന്താ ചെയ്യുക, ഈ മാത്സിൻ്റെ നോട്ട് ബുക്ക് ഉണ്ടല്ലോ, ഈ മാത്സിൻ്റെ എഴുതി വെച്ച മാത്സ് ഒന്നും കാണാൻ പാടില്ല, ഇനി അതൊന്നും കാണിക്കരുതേ എന്നുള്ളതിൽ അതിലൊക്കെ മമ്മൂട്ടിയുടെ ചിത്രം എടുത്ത് ഒട്ടിച്ച് വെക്കലായിരുന്നു എൻ്റെ പണി. മമ്മൂട്ടിയുടെ ചിത്രം ഈ പത്രത്തിൽ നിന്നും മാസികയിൽ നിന്നൊക്കെ ബ്ലേഡ് കൊണ്ട് വെട്ടിയെടുത്തിട്ട് അത് ഈ ചോറില്ലേ വറ്റെടുത്തിട്ട് ഇങ്ങനെ തേച്ചിട്ട് അത് ഒട്ടിക്കും. എന്നിട്ട് ഇത് ആൽബമാണ്, മാത്സിന്റെ ബുക്ക് ഒരു ആൽബമായിട്ട്. അത് അന്ന് മമ്മൂക്കയോടുള്ളൊരു ഇഷ്ടമാണ്, ആരാധനയാണ്. അദ്ദേഹത്തെ സ്വപ്നം കാണുക, അദ്ദേഹത്തിനോട് അഭിനയിക്കണം എന്ന് തോന്നുക, അദ്ദേഹത്തിനോട് ചായ കുടിക്കണം തോന്നുക, അദ്ദേഹത്തിനോട് സഞ്ചരിക്കണം തോന്നുക, അതൊക്കെ ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുമ്പോൾ അമ്മയോട് പറയുമ്പം അമ്മ എന്നെ കളിയാക്കും, നിനക്ക് പട്ടായി പോട്ടോ മോനെ ഇങ്ങനെ പോയാലെന്ന് പറയും. പക്ഷേ അതും സംഭവിച്ചു. അപ്പം നമ്മൾ നിരന്തരമായിട്ട്, അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നിരന്തരമായിട്ട് നമ്മൾ ഒരേ കാര്യം സ്വപ്നം കണ്ട ദാറ്റ് വിൽ ഹാപ്പൻ. ഇപ്പം തട്ടിമുട്ടി അല്ലെങ്കിൽ മറിമായം, MIT മൂസ, വളരെ പോപ്പുലർ ആയിട്ടുള്ള മിനി സ്ക്രീനിലെ ഷോ ആണ് ഇതൊക്കെ. ഇതിലൊക്കെ എനിക്ക് ചേട്ടനുണ്ട്. അതും ഞാൻ ഡോക്ടറായിട്ടുണ്ട്. കാരണം ഹൈറ്റ് പരമ്പരയുടെ ഒരു ഭാഗമാവെന്ന് പറയുന്നത് ഒരു ഭയങ്കര വലിയ ഭാഗ്യമാണ്. കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ട 2 പരിപാടികളാണ് MIT മൂസയും മറിമായും. ഇതിൽ 2ന്റെയും ഭാഗമാവാൻ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമുള്ള ഒരു കാര്യമാണ്. ലക്കി പേഴ്സണാണ് ഞാൻ. ശരി, ഈ MIT മൂസ എന്നുള്ള പ്രോഗ്രാം ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്തിട്ട് 8 വർഷമായി. പക്ഷെ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സൊന്നും ഞാനും സുരഭിയും മാഞ്ഞിട്ടില്ല. അവരിന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അത് തുടങ്ങുമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഒന്നുകൂടി 2ാം ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുമോ? സാധ്യത കുറവാണ്. കാരണം സുരഭിയൊക്കെ നമ്മൾ പിടിവിട്ട രീതിയിൽ പോയി. സുരഭി ദേശീയ അംഗീകാരം നേടിയ നടിയായി. ഇനി അവൾ വീണ്ടും സീരിയലിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ ശരിയില്ല. അത് എനിക്കും അറിയാം. ചോദിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ, അപ്പോൾ ആളുകൾ ചോദിക്കും, നമുക്ക് സുരഭി പാത്തുവിനെ നിങ്ങൾ മൊഴിയല്ലേ, നിങ്ങൾ വേറെ പാത്തുവിനെ കെട്ടി, അങ്ങനെയും പറയും. അത് പ്രൊഡ്യൂസറും ചോദിച്ചിരുന്നു. പിന്നെ അങ്ങനെ ഒരു സംഭവം നമുക്ക് നോക്കിയാലോ, പുതിയൊരു പാത്തുവിനെ ഇറക്കിയാലോ. ഞാൻ പറഞ്ഞത് അത്
നടക്കൂല. നമുക്ക് വേറെ പാത്തുവിനെ നമുക്ക് പെട്ടെന്ന് സങ്കല്പിക്കാൻ സങ്കല്പിക്കാൻ പറ്റില്ല. പിന്നെ ആളുകളുടെ മനസ്സിലൊക്കെ ഞങ്ങളുടെ ആ കോംബോ വല്ലാണ്ട് വർക്കൗട്ട് ചെയ്തതാണ്. സത്യം. ഇനി പുതിയൊരു പാത്ത് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സുരഭിയെക്കാട്ടും അത്ര എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ പറ്റില്ല, ചീറ്റി പോകും. അപ്പം അത് വേണ്ട പറഞ്ഞു. നല്ലത് കുറച്ച് മതിയല്ലോ. 3.5 വർഷം തകർത്താടി ഇപ്പോഴും അതിൻ്റെ അലകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അതായത് 2017 എപ്പിസോഡ്, ലാസ്റ്റത്തെ എപ്പിസോഡ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇന്ന് 2025. ഇന്ന് നമ്മളിപ്പം ഇപ്പോഴും ഗൾഫിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഗൾഫിലെ ചില ഉമ്മമാരൊക്കെ പറയുകയെ നിങ്ങളോട് വലിയ നന്ദിയുണ്ട് കേട്ടോ. ഞാൻ പക്ഷെ എന്തേ അല്ല, എനിക്ക് വീട്ടിൽ 5 വയസ്സുള്ളൊരു മോനും ഉണ്ട്, 7 വയസ്സുള്ളൊരു മോളുണ്ട്. രണ്ടും അറാമ്പറപ്പ്. സ്കൂളില്ലാത്ത ദിവസം ഇവരൊന്ന് പൊറപ്പിക്കാനേ പിന്നാലെ നടക്കണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും കുരുത്തുകേടുണ്ടാക്കും. എനിക്ക് വീട്ടിലെ പണിയെടുക്കണ്ടേ. ഭർത്താവ് രാവിലെ അങ്ങോട്ട് പോകും. ഞാനെന്താ ചെയ്യാന്നറിയോ, MAT ന്യൂസിൻ്റെ 4 എപ്പിസോഡ് അങ്ങോട്ട് ഇട്ടു കൊടുക്കും. അവിടെ ഇരുന്നോളും രണ്ടും. പിന്നെ അതിന്റെ മുന്നിൽ നിന്ന് ഇറങ്ങൂല. അതൊരു വലിയ കാര്യമല്ലേ. ഇന്നത്തെ ജനറേഷനിലെ കുട്ടികളും കാണുന്നു, ആസ്വദിക്കുന്നു, ചെറിയ കുട്ടികളെ കാണുക. അപ്പൊ ഈ അടുത്ത് ഞാനൊരു കോളേജിൽ ഇനോഗ്രേഷന് പോയപ്പോൾ എന്നെ ഇനോഗ്രേഷന് വിളിച്ചിരിക്കുകയാണ്. അപ്പൊ എന്നെ വെൽക്കം ചെയ്യണത്, ഞാൻ എൻ്റെ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ മുതൽ സാറിന്റെ ആരാധികയാണ്. അന്നാണ് MAT ന്യൂസ് തുടങ്ങണത്. ഇപ്പൊ അവള് വലിയ കുട്ടിയായി. അപ്പൊ അപ്പോഴാണ് കാലങ്ങൾ പോയ പോക്കൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കണതേ. ഭയങ്കര അത്ഭുതമല്ലേ. ഇപ്പൊ സുരഭി ചേച്ചിയുടെ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ, അതൊരു സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഒരു സജീവമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഈ ഒരു ഗ്രോത്ത് എങ്ങനെയാ കാണുന്നത് ശരിക്കും? അല്ല, എനിക്ക് അഭിമാനമാണ്. കാരണം സുരഭി നല്ല കാലിബറുള്ള ഒരു നടിയാണ്. അവളതിനു മുമ്പ് അവളീ പറഞ്ഞ മാതിരി ഇപ്പം ഞങ്ങളെ മറുമായത്തിലെ മണികണ്ഠനെ കുറിച്ച് പറഞ്ഞ പോലെ ഇവള് തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അവൾ കാലടി യൂണിവേഴ്സിറ്റിയിൽ അഭിനയമാണ് അവൾ പഠിച്ചത്, ഡാൻസും. അപ്പോൾ അവൾക്ക് അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അവൾ ചെയ്ത നാടകങ്ങളൊക്കെ സൂപ്പർ നാടകങ്ങളാണ്. സുരഭിയുടെ ഒരു നാടകം കണ്ടിട്ടാണ് സുരഭിയും ഞാനും തമ്മിൽ അടുത്തറിയുന്നതും പരിചയപ്പെടുന്നതും. ഞാൻ ശരിക്കും വിസ്മയിച്ച് പോയിരുന്നു. ഞാൻ ആ ബാക്ക് സ്റ്റേജിൽ പോയിട്ട് സുരഭിയെ വാട്ട് എ പെർഫോമൻസ് സുരഭി എന്ന് ഞാൻ പറയുന്നുണ്ട്. പിന്നെ സുരഭിയുടെ ഓരോ വളർച്ച, ഇപ്പോൾ MAT മൂസ എന്നുള്ള കഥാപാത്രം സുരഭിക്ക് നാഷണൽ അവാർഡ് കിട്ടുക, മിന്നാമിനിങ്ങിലെ അമ്മയും തമ്മിൽ ആനയും അണ്ണാങ്കുട്ടൻ്റെ വ്യത്യാസമുണ്ട്. അതാണ് ഒരു നടി എന്ന് പറയുന്നത്. അത്ര എക്സ്ട്രാ ഈ എന്താണ് മൂസക്കയ്യ നിങ്ങൾ കാണിക്കണേ എന്ന് പറയുന്ന ആള് മോളെ ഏത് മോളെ എന്ന് പറയുമ്പോഴുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അവൾക്ക് ഇനിയും ഒരുപാട് അംഗീകാരം, അവൾക്ക് അവളുടെ ജാതക പ്രകാരം ഒരു ദേശീയ അവാർഡ് കൂടി കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയണേ. അപ്പോൾ പിന്നെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഭയങ്കര കഥയാണ്. US ഉണ്ടായ പല തമാശകളും. വീട് വിട്ട് ആദ്യമായിട്ട് ഒരു മാസമൊക്കെ വീട്ടിൽ നമ്മൾ ഹോം സിക്നെസ്സൊക്കെ ഒരു കൂട്ടത്തിലാണ്. അവിടെ എത്തി കരയാനൊക്കെ തുടങ്ങി വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞു. നേഴ്സറി കുട്ടികളൊക്കെ ഉണ്ടായവര് അവസാനം എൻ്റെ റൂമിൽ വന്ന് കിടക്കും. എനിക്ക് ഒറ്റയ്ക്ക് അവിടെ കിടക്കാൻ പറ്റില്ല, എനിക്ക് എൻ്റെ അമ്മേൻ്റെ കൂടെ കിടക്കണം എന്നൊക്കെ അങ്ങനെയൊക്കെ വാശി പിടിക്കുന്ന ഒരു വളരെ നിഷ്കളങ്കയായ ഒരു ആളാണ് സുരഭി. അപ്പോൾ സുരഭി ഇനിയും ഒരുപാട് അവസരം, ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. PhD ഇപ്പോൾ കഴിയാറായി. ശരിക്കും എനിക്കൊരു ആഗ്രഹമുണ്ട്, ഈ മുസ്ലിം ക്യാരക്ടർ അല്ലാതെ ഞാനും സുരഭിയും ഒന്നിക്കുന്ന ഒരു കഥാപാത്രമൊക്കെ വന്നാൽ സിനിമയിൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ കിട്ടി. ഞങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരു സിനിമയിൽ. പക്ഷേ അതിൽ ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ ഇല്ലാതെ പോയത്. കള്ളൻ ഡിസൂസ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനും അവളും ഉണ്ടായിരുന്നു. ഇപ്പം എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത്. തീർച്ചയായും. ഇപ്പൊ ഒരു സിനിമയുടെ പുറകെ അല്ലെങ്കിൽ അഭിനയ മോഹമായിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ പണ്ട് ഡോക്ടർ എഞ്ചിനീയർ ഒന്നും ആവാതെ എനിക്ക് സിനിമാ നടനെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോയ സമയത്ത് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ പഠിത്തം, എനിക്ക് ഡിഗ്രി ചെയ്തു. നമ്മുടെ എനിക്കൊന്ന് ഷെഫിന്റെ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹോട്ടൽ മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എഡ്യൂക്കേഷനും ഒപ്പം കൂട്ടണം എന്ന് തോന്നിയത് എപ്പോഴായിരുന്നു? അത് ഞാൻ സെന്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂളിലാണ് കോഴിക്കോട് പഠിച്ചത്. അത് വലിയൊരു കഥയാണ്. ഈ സെന്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂളിൽ എനിക്ക് പോകണമെന്ന് ഒരു താല്പര്യമില്ലായിരുന്നു. ഞാനിവിടെ കോവൂരുള്ളൊരു സാധാരണക്കാരുടെ സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത് 4ാം ക്ലാസ് വരെ. അവിടെ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷനും കിട്ടിയത്. പക്ഷേ അച്ഛൻ എന്നെ പറിച്ചു നട്ടു. കാരണം നീ അവിടെ പോയി പഠിക്കണം, അത് നല്ല സ്കൂളാണെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ. പക്ഷേ മനസ്സോടെ ഞാൻ അവിടെ പോയപ്പം അവിടെ വലിയ വലിയ കുട്ടികൾ, വലിയ വലിയ ആൾക്കാരുടെ മക്കളൊക്കെയാണ്. നമ്മളവിടെ സിങ്ക് ചെയ്യാത്തൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ എന്നാലും യൂത്ത് ഫെസ്റ്റിൽ വരുമ്പോഴേക്കും നമ്മുടെ കല അവിടെ കാണും. അപ്പോഴേക്ക് ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടമായി. അപ്പോൾ പഠനത്തിൽ ഞാനൊരു ഏവറേജ് ആയിരുന്നു. ഏവറേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും എല്ലാ വിഷയങ്ങളിലും ഞാൻ ജയിക്കാറില്ല എന്നുള്ളതാണ് സത്യം. എപ്പോഴും മാത്സിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും അല്ലെങ്കിൽ കെമിസ്ട്രിയിലും ഏതെങ്കിലും വിഷയത്തിലൊക്കെ ഞാൻ തോറ്റുപോകും. SLC വന്നപ്പം SLC ഹാഫ് ഇയർലി എക്സാമിനേഷനും ഞാൻ 2 വിഷയത്തിൽ തോറ്റു. അപ്പോൾ അന്ന് സ്കൂളിൽ സ്ഥിരമായിട്ട് 100% വിജയം കിട്ടിക്കൊണ്ടിരുന്ന സ്കൂളാണ്. അപ്പോൾ ഹാഫ് ഇയർലി എക്സാം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പ്രിൻസിപ്പൽ എന്നെ റൂമിലേക്ക് വിളിച്ചു. ഒരു നോട്ടീസ് അയച്ചിട്ട്, ഒരു ആന്ധ്രപ്പേർ എന്ന് പറഞ്ഞ പള്ളിയിലച്ഛനാണ്, ഭയങ്കര പേടി സ്വപ്നമാണ് അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിനോദിനോട് ഞാൻ ഗൗരവമായിട്ടൊരു കാര്യം സംസാരിക്കാനാണ് വിളിച്ചത്. വിനോദിനറിയാലോ നമ്മുടെ സ്കൂള് വർഷങ്ങളായിട്ട് 100% വിജയം കൈവരിക്കുന്ന സ്കൂളാണ്.
ഇത്തവണ അത് കിട്ടുമെന്നൊരു സംശയം എനിക്കുണ്ട്. അതിൻ്റെ കാരണം വിനോദാണ്. അപ്പോഴേക്കും ഞാൻ ഉരുകാൻ തുടങ്ങി. ഹാഫ് ഇയർലി എക്സാം വന്നപ്പോഴും വിനോദ് 2 വിഷയങ്ങളിൽ തോറ്റു. അപ്പം മെയിൻ എക്സാം വന്നാൽ വിനോദ് അങ്ങനെ തോറ്റുപോയാൽ നമ്മുടെ 100% നഷ്ടമാകും. അപ്പോൾ അതുകൊണ്ട് വിനോദ് ഇത്തവണ പരീക്ഷ എഴുതണ്ട. വിനോദ് ഒരു വർഷം കൂടെ നന്നായിട്ട് വീട്ടിൽ നിന്ന് പഠിച്ച് അടുത്ത വർഷം പരീക്ഷ പ്രൈവറ്റായിട്ട് എഴുതിയാൽ മതി. എനിക്ക് സങ്കടമായി. സാറേ അങ്ങനെ പറയരുത് സാറേ. കരഞ്ഞു ഞാൻ. കുട്ടികളൊക്കെ എന്നെ കളിയാക്കും സാറേ, ഞാൻ പഠിച്ചോളാം. ഇനി ഇല്ല വിനോദ്, ഇനി 3 മാസമുള്ളൂ മറ്റേ എക്സാമിന്, അതിനിടയ്ക്കൊന്നും വിനോദിനൊന്നും ചെയ്യാൻ പറ്റില്ല. കരഞ്ഞ് ഞാൻ ആകെ അവശനായപ്പോൾ ഇയാൾ പറഞ്ഞു, ഒരു പണി വിനോദ് നാളെ അച്ഛനെയും കുട്ടി വരും, ഞാൻ അച്ഛനോട് സംസാരിക്കാം. പിന്നെ അത് അച്ഛൻ വന്നു. അച്ഛനോട് ഞാൻ വരുമ്പോഴേ പറയണ്ട, അച്ഛൻ ഹെഡ് മാഷ് പറയാൻ പോണതാണ്, അച്ഛൻ സമ്മതിക്കരുത്, ഞാൻ പഠിച്ചോളും, ഞാൻ ജയിച്ചോളും, അച്ഛൻ ആ ഉറപ്പ് കൊടുക്കണം. അച്ഛനും പറഞ്ഞു അവനെങ്ങനെയും പഠിച്ച് ജയിച്ചോളും സാറേ, അത് കുട്ടികളൊക്കെ അറിഞ്ഞാൽ വലിയ സങ്കടമല്ലേ. അങ്ങനെ അച്ഛനും പറഞ്ഞപ്പോൾ ഹെഡ് മാഷ് പറഞ്ഞു, ഒരു പണിയോ വിനോദ് ഇവിടെ രാവിലെ 8 മണിക്ക് എത്തണം സ്കൂളിൽ. 10 മണിക്കാണ് സ്കൂൾ തുടങ്ങുന്നത്, 8 മണിക്ക് എത്തണം. ഞാൻ വിനോദിന് സ്പെഷ്യൽ ട്യൂഷൻ അറേഞ്ച് ചെയ്യാൻ പോവുക അധ്യാപകരെ വെച്ച്. വൈകുന്നേരവും 4 മണിക്ക് സ്കൂൾ വിട്ടാൽ വിനോദ് ഇവിടുന്ന് 5:30 പോകാവും. 5:30 വരെ വിനോദിനുള്ള സ്പെഷ്യൽ ട്യൂഷനായിരിക്കും. സമ്മതിച്ചു. അങ്ങനെ അച്ഛൻ രാവിലെ 8 മണിക്ക് എന്നെ കൊണ്ടുവിടും. എന്നെ ഒറ്റയ്ക്കിരുന്ന് മാത്സിന് അധ്യാപകനും ഇംഗ്ലീഷിന് അധ്യാപകനൊക്കെ ഇരുന്ന് പഠിപ്പിക്കണു, വൈകുന്നേരം പഠിപ്പിക്കണു. അതിന് പുറമെ ഞാൻ ട്യൂഷന് പോകണു. അങ്ങനെ ഭയങ്കര ആർജവത്തിൽ ഞാൻ പഠിച്ചു. സ്കൂളിൻ്റെ മാനം ഞാൻ കാത്തു. ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ ഒരു കിലോ ലഡു വാങ്ങിച്ചു തന്നു. ഹെഡ് മാഷ് കൊണ്ടുവിടും. ഹെഡ് മാഷ് കൊണ്ടുവിടുത്ത് ഹെഡ് മാഷ് എന്നെ ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചു. അദ്ദേഹത്തിൻ്റെ ലോകൻ്റെ ഉള്ളിൽ ഞാനവിടെ ഒളിഞ്ഞു പോയി. ഇത്ര വലിയൊരു മനുഷ്യനാണ്. അന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, നിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, കാരണം നീ പാടും, നീ അഭിനയിക്കും, നീ ഡാൻസ് ചെയ്യും, എല്ലാവർക്കും ഇഷ്ടമാണ്. കല വേണം, കലയുടെ കൂടെ വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ ഒരു കലാകാരന് വിലയുള്ളൂ. നന്നായിട്ട് പഠിക്കണം, പഠനത്തോടൊപ്പം വേണം കലയെ കൊണ്ടുപോകാൻ. ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുവാണെങ്കിലും കഥകൾ പറഞ്ഞിട്ട് അത് ഒരു വെറുതെ ഒരു കഥ പറഞ്ഞു പോവല്ല, അതൊരു ഇൻഫർമേഷൻ ഉണ്ട്, അത് കേട്ടിരിക്കുന്ന ആൾക്കാരെ ഒന്ന് മാറി ചിന്തിപ്പിക്കുന്നുണ്ട്. ഈ കഥ പറയുമ്പം ആക്ടിങ്, മിമിക്രി, നന്നായി പാട്ട് പാടും, ഈ മോട്ടിവേഷൻ സ്പീക്കറാണ്, എന്താ ശരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ? അല്ല, സന്തോഷിപ്പിക്കുന്ന മേഖല അഭിനയം തന്നെയാണ്. പക്ഷേ ഇതെല്ലാം എൻ്റെ കൂടപ്പിറപ്പുകളാണ്. കാരണം ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ തന്നെ എഴുതിയിട്ടുണ്ട്, അഭിനയം എൻ്റെ ജീവനാണ്, സംഗീതം എൻ്റെ ശ്വാസമാണ്. ഈ ജീവനും ശ്വാസവും ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? വീട്ടിൽ നിന്നൊക്കെ ഞാൻ ലിഫ്റ്റിൽ ഇപ്പോൾ ഒരു 4 ഫ്ലോർ സഞ്ചരിക്കുന്ന നമ്മൾ ലിഫ്റ്റിൽ കണ്ണാടി ഉണ്ടെങ്കിൽ ആ കണ്ണാടിയിൽ മുന്നിൽ ഞാൻ അഭിനയിക്കും. വെറുതെ എന്തെങ്കിലും ഒരു ഡയലോഗൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഫേസ് എക്സ്പ്രഷനൊക്കെ എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കും. വീട്ടിലും അതെ. വീട്ടിൽ നമ്മൾ രാവിലെ കുളി കഴിഞ്ഞ് മുടിയൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഭാവകന്മാരുടെ നീ ആരടാ എന്നൊക്കെ ചോദിച്ചിട്ട് പെട്ടെന്ന് ഒരു എന്തിനാ എനിക്കറിയില്ല, കണ്ടോണ്ടിരിക്കുന്നവര് ചിലപ്പോൾ പട്ടായിന്ന് അല്ലേ. ഇനിയിപ്പോൾ അടുത്തൊരു ജന്മം ഉണ്ടെങ്കിലും ഇതുപോലൊരു കലാകാരനായിട്ട് കോഴിക്കോട് തന്നെ ജനിക്കണം എന്ന് ആഗ്രഹിക്കാൻ, ഒരു വിനോദ് കോവൂർ തന്നെ ആയാൽ മതി, വേറൊരു ആഗ്രഹമില്ല. ഇത്രയും ഞാൻ ഈ മേഖലയെ സ്നേഹിക്കുന്നുണ്ട്. ഞാനിപ്പോഴും പേരൻസിനൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, എല്ലാ കുട്ടികളെയും വിളിച്ച് ഡോക്ടറും എഞ്ചിനീയർ ആക്കരുത്. കുട്ടികളുടെ ടേസ്റ്റ് അറിഞ്ഞിട്ട് അവരെ വളർത്തും. അവർക്ക് കലയിലാണ് പറയുന്നത്, ധൈര്യമായിട്ട് അവരെ കലയിലേക്ക് പറഞ്ഞേക്കും. നിങ്ങൾ കല അത്ര മോശപ്പെട്ട മേഖലയൊന്നുമല്ല, സത്യസന്ധമായി കൊണ്ടുവിടുന്ന ഇത്രയും നല്ലൊരു മേഖല വേറെ ഇല്ല. അപ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് സ്വപ്നം കണ്ടിട്ട് പോലുമില്ല ഈ അമേരിക്കയും ഓസ്ട്രേലിയയും ലണ്ടനിലൊക്കെ ഞാൻ സഞ്ചരിക്കുന്നു. ഫ്രീ കോസ്റ്റിലാണ് നമ്മൾ പോണത്. ഏറ്റവും നല്ല ഫ്ലൈറ്റിൽ നമ്മളെ കൊണ്ടുപോകണം, ഏറ്റവും നല്ല ഹോട്ടലിൽ നമ്മൾ താമസിപ്പിക്കണം, ഏറ്റവും വിലപിടിപ്പുള്ള ഭക്ഷണങ്ങൾ നമുക്ക് വാങ്ങിച്ചു തരുന്നു. തിരിച്ചു വരുമ്പോൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അത്രയും ഗിഫ്റ്റുകൾ നമുക്ക് തരുന്നു. ഇവിടെ എത്തുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു എമൗണ്ട് എത്തുന്നു. ആർക്ക് കിട്ടും ഇത്? കലാകാരന്മാർക്ക് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണത്. ഒരിക്കലും ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴേ, ഞാനും വൈഫായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരു പെട്ടെന്നുള്ള ഒരു വളവിൽ എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി ഒന്ന് പാളിപ്പോവില്ല. ഒരു ബൈക്ക്, 2 ബൈക്കിൽ 2 പിള്ളേരാണ്, അവരിടിച്ചു പോകുമെന്ന് തോന്നി. പക്ഷെ ഞാൻ ഇങ്ങോട്ട് എടുത്ത് ഒന്നും പറ്റിയില്ല. പക്ഷെ അവരൊന്ന് പേടിച്ചു. വൈഫും പറഞ്ഞു, ഓ ചേട്ടാ ഞാൻ വിചാരിച്ചു ഇപ്പോൾ അവർ ഇടിച്ചു എന്ന് പറഞ്ഞു. ഞാൻ കാറെടുത്ത് ഇങ്ങനെ പോവുകയാണ്, ഈ പിള്ളേർ എൻ്റെ പുറകിൽ ചേസ് ചെയ്യുക, എന്നെ ചീത്ത പറയാൻ. അങ്ങനെ അവസാനം അവർ മുന്നിൽ കൊണ്ട് ക്രോസ് ആക്കിയിട്ടിട്ട് അവരൊരു സിനിമ സ്റ്റൈലൊക്കെ ഇട്ട് ഇറങ്ങി വന്നിട്ടേ. അപ്പോൾ വൈഫ് പറഞ്ഞു, ഏട്ടാ ആ പിള്ളേരാട്ടോ അവരെന്തെങ്കിലും ചെയ്യുമോ ഏട്ടനെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ചില്ല് കത്തിയപ്പോൾ മൂസക്കായി നീ ഒയ്യടാ മൂസക്കായി ഏട്ടാ. അവരുടെ ആ ദേഷ്യമൊക്കെ എത്ര പെട്ടെന്ന് മാറിയെന്നറിയോ. ഇറങ്ങി പുറത്തിറങ്ങി തല്ലാൻ പറഞ്ഞാൽ ഞങ്ങളെ മുമ്പ് ഫോട്ടോ എടുത്തിട്ട് പോവാൻ ഇറങ്ങി സെൽഫി എടുത്ത്. മക്കളെ എൻ്റെ ഇത് ചെറിയൊരു പ്രശ്നം വന്നിട്ട് ഞാൻ കുറച്ച് സ്പീഡ് കൂടുതലായിരുന്നു. പക്ഷെ കറക്റ്റ് സമയത്ത് ഇങ്ങനെ ഒടിച്ചെടുത്തോണ്ട് നിങ്ങൾക്കൊന്നും പറ്റും. നിങ്ങൾ നന്നായിട്ട് പേടിച്ചെന്ന് എനിക്ക് മനസ്സിൽ. സത്യം നിങ്ങളെ തെറി പറയാനാണ് ഞങ്ങൾ വന്നത്. പക്ഷെ നിങ്ങളോട് എങ്ങനെ നമ്മൾ തെറി പറയാം? നമ്മളെ മുത്തല്ലേ, അത് മലപ്പുറം ജില്ലയെന്നാണേ. ഇവിടെ ഫോട്ടോ എടുത്തിട്ട് അവർ പോകണം. അപ്പോഴും ഭാര്യ പറഞ്ഞു, നിങ്ങളൊരു ഭാഗ്യം. വേറെ ആളുകളാണെങ്കിൽ അപ്പം തല്ല് കിട്ടി അവശ നിലയിലായിട്ട് കിടക്കും.
ഒരു പാട്ടോട് കൂടി, നല്ലൊരു ഗായകനാണെന്ന് എനിക്കറിയാം, നമുക്ക് ഒരു പാട്ടോട് കൂടി നമുക്ക് ഇന്റർവ്യൂ വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു സിലർ പാട്ട്. ശരി. പന്തലിലിരുത്തിയാൽ നിലവിളക്ക്, മുന്നിൽ വച്ച നില പറയോ നിൻ കണക്ക്, 5 തളിർ വെറ്റിലയിൽ കാണപ്പണം, കല്യാണമുറപ്പിക്കാൻ കൊണ്ടുവന്നേ, മാതളത്തേരുണ്ണാൻ പാറിപ്പറന്നു വന്ന മാണിക്കക്കുയിലാളേ, നീയെവിടെ നിന്റെ കൂടെവിടെ, നീ പാടും പൂമരമെവിടെ. രസമായിട്ടാ പാടണേ. ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ ഇരുന്ന ഒത്തിരി കഥകൾ അല്ല, നമുക്ക് കഥകൾ പറഞ്ഞാൽ തീരില്ല. എൻ്റെ അടുത്ത് വരുന്നവരൊക്കെ അങ്ങനെ പറയും. കാരണം കഴിഞ്ഞ 30 വർഷത്തെ കഥ പറയാണ്ട് എനിക്ക് എല്ലാ മേഖലയിലുള്ളതുകൊണ്ട് എത്ര വേണമെങ്കിലും പറയാം. ഇതിലിപ്പോൾ നമ്മൾ പറയാത്ത ഒരുപാട് മേഖലകളുണ്ട്. 7 വർഷം ഞാൻ HIV AIDS പ്രിവെൻഷൻ പ്രോജക്റ്റിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ പരിചയപ്പെട്ട ആയിരക്കണക്കിന് സെക്സ് വർക്കേഴ്സ് ഉണ്ട്, വേശ്യാസ്ത്രീകളും വേശ്യാപുരുഷന്മാരും. അവരുടെയൊക്കെ മരണം നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. അതൊന്നും നമ്മളിവിടെ പറഞ്ഞില്ല. അതൊക്കെ എൻ്റെ അടുത്ത പുസ്തകത്തിലെ വിഷയങ്ങളാണ്. അടുത്ത പുസ്തകത്തിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.